എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ലെക്ചർ റൂറൽ എഞ്ചിനീയർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് അതിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൈപ്പ് ഓഫ് ഫ്ലോ വിച്ച് വെലോസിറ്റി അറ്റ് എനി ഗിവൺ ടൈം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു സ്പേസ്. വെലോസിറ്റി അറ്റ് എനി ഗിവൺ ടൈം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നേക്കണത് സ്റ്റഡി ഫ്ലോ, ഐഡിയൽ ഫ്ലോ, യൂണിഫോം ഫ്ലോ, റിയൽ ഫ്ലോ. വെലോസിറ്റി അറ്റ് എനി ഗിവൺ ടൈം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് എന്ന് പറയുന്നത് യൂണിഫോം ഫ്ലോനെയാണ്. യൂണിഫോം വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ആണെങ്കിൽ അതിനെ യൂണിഫോം ഫ്ലോ എന്നാണ് പറയുന്നത്. നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് ഫ്ലോ അറ്റ് വിച്ച് വെലോസിറ്റി അറ്റ് എനി ഗിവൺ ടൈം ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു സ്പേസ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ചേഞ്ച് ചെയ്യാത്തതിനെ നമ്മൾ യൂണിഫോം ഫ്ലോ എന്നും ചേഞ്ച് ചെയ്യണതിനെ നമ്മൾ നോൺ യൂണിഫോം ഫ്ലോ എന്നുമാണ് പറയുന്നത്. ഇനി അതിൽ കൊടുത്തിരിക്കുന്ന വേറൊരു ടേം സ്റ്റഡി ഫ്ലോ എന്നാണ്. സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് ദ ഫ്ലൂയിഡ് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് വെലോസിറ്റി, ഡെൻസിറ്റി, പ്രഷർ എക്സെട്ര അറ്റ് എ പോയിന്റ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം. അപ്പോൾ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത് വെലോസിറ്റി, ഫ്ലൂയിഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള വെലോസിറ്റി, ഡെൻസിറ്റി, പ്രഷർ എന്നിവ ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ടൈമിനനുസരിച്ച് ഇതൊന്നും ഈ ഫ്ലൂയിഡ് ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റഡി ഫ്ലോ എന്നാണ് പറയുന്നത്. ഇനി ഇതെല്ലാതും ചേഞ്ച് ചെയ്യും, ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യും എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അൺസ്റ്റഡി ഫ്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? ദ ടൈപ്പ് ഓഫ് ഫ്ലോ വിച്ച് വെലോസിറ്റി അറ്റ് എനി ഗിവൺ ടൈം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് എന്ന് പറയുന്നത് യൂണിഫോം ഫ്ലോ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, യൂണിഫോം ഫ്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് അപ്പ് ദ അസംഷൻ വിച്ച് ഇസ് നോട്ട് യൂസ്ഡ് ഇൻ ബെർണോളിസ് ഇക്വേഷൻ. താഴെ തന്നിരിക്കുന്നതിൽ ബെർണോളിസ് ഇക്വേഷനിൽ യൂസ് ചെയ്യാത്ത അസംഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫ്ലൂയിഡ് ഈസ് ഐഡിയൽ, ഫ്ലോ ഈസ് സ്റ്റഡി, ഫ്ലോ ഈസ് കംപ്രസിബിൾ, ഫ്ലോ ഈസ് ഇറോട്ടേഷണൽ. ഇതിൽ ഏത് അസംഷനാണ് ബെർണോളിസ് ഇക്വേഷൻ്റെ അല്ലാത്തത്? ഫ്ലോ ഈസ് കംപ്രസിബിൾ എന്നുള്ളതാണ് ബെർണോളിസ് ഇക്വേഷൻ്റെ അസംഷൻ അല്ലാത്തത്. ബാക്കി എല്ലാത്തും ബെർണോളിസിൻ്റെ അസംഷനാണ്. ബെർണോളിസിൻ്റെ അസംഷൻസ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ഈസ് ഐഡിയൽ, ഫ്ലോ ഈസ് ഇൻകംപ്രസിബിൾ. ഇൻകംപ്രസിബിൾ ആണ് ഫ്ലോ എന്ന് പറയുന്നത്. ഫ്ലോ ഈസ് സ്റ്റഡി ആയിരിക്കണം, ഫ്ലോ ഈസ് ഇറോട്ടേഷണൽ ആയിരിക്കണം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പിക്ക് ദ കറക്റ്റ് റിലേഷൻ യൂസ്ഡ് ഇൻ ഓറിഫൈസ്. ഓറിഫൈസിൽ യൂസ് ചെയ്യുന്ന കറക്റ്റ് റിലേഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നമ്പർ എ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി ഇൻറ്റു കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ. ഓപ്ഷൻ ബി കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഇൻറ്റു കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ. ഓപ്ഷൻ സി കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ is equal to coefficient of velocity into coefficient of discharge. ഓപ്ഷൻ ഡി coefficient of discharge is equal to coefficient of velocity into coefficient of divided by coefficient of contraction. ഇതിൽ ഏതാണ് ഒരു ഫേസിൽ യൂസ് ചെയ്യുന്ന റിലേഷൻ? സി ഡി is equal to സി സി ഇൻറ്റു സി വി എന്നാണ് ഈ ഇക്വേഷൻ ഫോർമുല. അപ്പോൾ സി ഡി കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് is equal to സി സി ഇൻറ്റു സി വി, കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ ഇൻറ്റു കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി. ഓപ്ഷൻ എ ആണ് ആൻസർ. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് is equal to കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി ഇൻറ്റു കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സിപ്പോലേറ്റീവ് വയർ. സിപ്പോലേറ്റീവ് വയർ ഈസ് ഹാവിങ് സൈഡ് സ്ലോപ്സ് ആസ്. സിപ്പോലേറ്റീവ് വയറിൻ്റെ സൈഡ് സ്ലോപ്സ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ 1 horizontal to 2 vertical. ഓപ്ഷൻ ബി 1 horizontal to 3 vertical. ഓപ്ഷൻ സി 1 horizontal to 4 vertical. ഓപ്ഷൻ ഡി 1 horizontal to 1 vertical. ഇതിൽ ഏതാണ് സിപ്പോലേറ്റീവ് വയറിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്, സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്. 1 horizontal to 4 vertical ആണ് സിപ്പോലേറ്റീവ് വയറിൻ്റെ സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത്. സിപ്പോലേറ്റീവ് വയർ എന്ന് പറയുന്നത് ട്രപ്പിസോയിഡൽ ഷേപ്പിലുള്ള ഒരു വയറാണ്. ട്രപ്പിസോയിഡലാണ് അതിൻ്റെ ഷേപ്പ്. സ്ലോപ്പ് എന്ന് പറയുന്നത് 1 horizontal to 4 vertical ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ എനർജി കറക്ഷൻ ഫാക്ടർ ഫോർ ലാമിനാർ ഫ്ലോ ത്രൂ എ പൈപ്പ്. ലാമിനാർ ഫ്ലോൻ്റെ എനർജി കറക്ഷൻ ഫാക്ടർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 4/3, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 0.5. ഇതിൽ ഏതാണ് എനർജി കറക്ഷൻ ഫാക്ടർ ഏതാണ് ലാമിനാർ ഫ്ലോൻ്റെ? എനർജി കറക്ഷൻ ഫാക്ടർ ഫോർ ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 2 ആണ് എനർജി കറക്ഷൻ ഫാക്ടർ. നേരെ തിരിച്ച് ടർബുലൻറ്റ് ഫ്ലോ ആയിരുന്നെങ്കിൽ എനർജി കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 1.04 to 1.11 ആണ്. യൂഷ്വലി ടർബുലൻറ്റ് ഫ്ലോയ്ക്ക് നമ്മൾ എടുക്കുന്നത് 1 എന്നും ലാമിനാർ ഫ്ലോയ്ക്ക് 2 എന്നാണ്. ഓപ്ഷൻ ബി 2 ആണ് അതിന് ആൻസർ. എനർജി കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 2 ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഫാറ്റ് ലൈം ഈസ് ഓൾസോ കോൾഡ് ആസ്. ഫാറ്റ് ലൈമിന് പറയുന്ന വേറെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ.
ഓപ്ഷൻ എ വാട്ടർ ലൈം, ഓപ്ഷൻ ബി റിച്ച് ലൈം, ഓപ്ഷൻ സി ഇംപ്യൂർ ലൈം, ഓപ്ഷൻ ഡി ലീൻ ലൈം. ഇതിലേതാണ് ഫാറ്റ് ലൈമിനെ പറയുന്ന പേര്? റിച്ച് ലൈം എന്നാണ് ഫാറ്റ് ലൈമിനെ പറയുന്ന പേര്. ഫാറ്റ് ലൈമിൻ്റെ വേറെ പേരുകൾ ഹൈ കാൽഷ്യം ലൈം, പ്യുവർ ലൈം, വൈറ്റ് ലൈം. ഇറ്റ് ഇസ് സബ്സ്റ്റൈൻഡ് ബൈ കാൽക്കുലേറ്റീവ് ലൈംസ്റ്റോൺ. കാൽസിനേഷൻ വഴി, ലൈംസ്റ്റോണിൻ്റെ കാൽസിനേഷൻ വഴിയാണ് കിട്ടുന്നത്. ഫാറ്റ് ലൈമിൻ്റെ വേറെ പേരുകൾ ഹൈ കാൽഷ്യം ലൈം, പ്യുവർ ലൈം, വൈറ്റ് ലൈം. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ റിച്ച് ലൈം എന്നുള്ളതാണ് അതിൻ്റെ ഓപ്ഷൻ. അപ്പോൾ റിച്ച് ലൈം എന്ന് പറയും. ഫാറ്റ് ലൈമിൻ്റെ വേറെ പേരുകൾ റിച്ച് ലൈം, ഹൈ കാൽഷ്യം ലൈം, പ്യുവർ ലൈം, വൈറ്റ് ലൈം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എക്സസ് ഓഫ് സൾഫർ പ്രസൻറ്റ് ഇൻ സിമെൻറ്റ് വിൽ മേക്ക് സിമെൻറ്റ് ടു. എക്സസ് ഓഫ് സൾഫർ സിമെൻറ്റിൽ പ്രസൻറ്റ് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സൗണ്ട്, ഓപ്ഷൻ ബി അൺസൗണ്ട്, ഓപ്ഷൻ സി സെറ്റ് ക്വിക്ക്ലി, ഓപ്ഷൻ ഡി വീക്കൻസ് ദി സിമെൻറ്റ്. ഇതിലേതാണ് സംഭവിക്കുക? സൾഫറിൻ്റെ എമൗണ്ട് സിമെൻറ്റിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് എക്സസ് സൾഫർ ഉണ്ടായി കഴിഞ്ഞാൽ സിമെൻറ്റ് അൺസൗണ്ട് ആവുക ചെയ്യുക. ഓപ്ഷൻ ബി അൺസൗണ്ട് എന്നാണ് അതിൻ്റെ ആൻസർ. ഇതിലുണ്ടാവുന്ന സൾഫറിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നോട്ട് മോർ ദാൻ 2% എന്നാണ് പറയുന്നത്. സിമെൻറ്റിൽ വരുന്ന സൾഫറിൻ്റെ എമൗണ്ട് 2% ആണ് മാക്സിമം പറയുന്നത്. കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ സിമെൻറ്റ് അൺസൗണ്ട് ആവും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഇൻ സിമെൻറ്റ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് അൺകമ്പൈൻഡ് ലൈൻ. അൺകമ്പൈൻഡ് ലൈമിൻ്റെ പ്രസൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? സൗണ്ട്നെസ് ടെസ്റ്റാണ് പ്രസൻസ് ഓഫ് ദി അൺകമ്പൈൻഡ് ലൈമിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സൗണ്ട്നെസ് ടെസ്റ്റ്. ഈ സൗണ്ട്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ട്നെസ് ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? സൗണ്ട്നെസ് ഓഫ് സിമെൻറ്റ് ഇസ് ദ പ്രോപ്പർട്ടി ബൈ വിച്ച് ദ സിമെൻറ്റ് ഡസ് നോട്ട് അണ്ടർഗോ എനി അപ്രഷ്യബിൾ എക്സ്പാൻഷൻ. അതിനെയാണ് സൗണ്ട്നെസ് എന്ന് പറയുന്നത്. സിമെൻറ്റ് ഡസ് നോട്ട് അണ്ടർഗോ എനി അപ്രഷ്യബിൾ എക്സ്പാൻഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡെൻസിറ്റി ഓഫ് സിമെൻറ്റ് ഈസ്. ഓപ്ഷൻ നമ്പർ എ 1440 kg/m³, ഓപ്ഷൻ ബി 1780 kg/m³, ഓപ്ഷൻ സി 2440 kg/m³, ഓപ്ഷൻ ഡി 914 kg/m³. ഡെൻസിറ്റി ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത് 1440 kg/m³ ആണ് ഡെൻസിറ്റി ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ തിൻ ലെയർ ഓഫ് സാപ്പ് ബിറ്റ്വീൻ സാപ്പ് വുഡ് ആൻഡ് ഇന്നർ ബാർക്ക് ഇൻ ടിമ്പർ. തിൻ ലെയർ ഓഫ് സാപ്പ് വുഡിൻ്റെ ഇന്നർ ബാർക്കിൻ്റെ ഇടയിലുള്ള ലെയർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് പഠിക്കാൻ നമുക്കൊരു എളുപ്പമായിട്ടൊരു വേർഡ് പഠിക്കാം. PHSCB. PHSCB അതായത് ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള ഓർഡറിലാണ് അത് വരുന്നത്. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിത്ത്, H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേർഡ് വുഡ്, PH. S എന്ന് പറയുന്നത് സാപ്പ് വുഡ്, C എന്ന് പറയുന്നത് കേമ്പിയം ലെയർ, PHSCB. B എന്ന് പറയുന്നത് ബാർക്ക്. അപ്പം സെൻട്രലിൽ നിന്ന് പുറത്തേക്കുള്ള ഇൻക്രീസിങ് ഓർഡർ ആണ് പറയുന്നത്. PHSCB. പിത്ത്, ഹേർഡ് വുഡ്, S എന്ന് പറയുന്നത് സാപ്പ് വുഡ്, C എന്ന് പറയുന്നത് കേമ്പിയം ലെയർ, B എന്ന് പറയുന്നത് ബാർക്ക്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ തിൻ ലെയർ ഓഫ് സാപ്പ് ബിറ്റ്വീൻ സാപ്പ് വുഡ് ആൻഡ് ഇന്നർ ബാർക്ക് ഇൻ ടിമ്പർ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? സാപ്പ് വുഡിൻ്റെ ഇന്നർ ബാർക്കിൻ്റെ ഉള്ളിൽ വരുന്നത് കേമ്പിയം ലെയർ. അപ്പോൾ സാപ്പ് വുഡിൻ്റെ ഇന്നർ ബാർക്കിൻ്റെ ഇടയിൽ വരുന്നത് എന്താണ്? കേമ്പിയം ലെയർ. PHSCB എന്നല്ലേ, SCB എന്നല്ലേ, സാപ്പ് വുഡിൻ്റെയും ബാർക്കിൻ്റെ ഇടയിൽ കേമ്പിയം ലെയർ. ഓക്കെ,